ഓടയിൽ ഇരുചക്ര വാഹന യാത്രികന് ദാരുണാന്ത്യം. കൊല്ലം മേമന സ്വദേശി അജിയാണ് മരിച്ചത്. നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്നിടത്താണ് അപകടം ഉണ്ടായത്. മേഘ്ന മുരളി കൊല്ലത്തും ചെയ്തു. മേഘ്ന, സമാനമായ അപകടം ഈ എറണാകുളം കോതമംഗലത്ത് നടന്നിട്ട് അത്ര ദിവസങ്ങളാകുന്നില്ല. അതേ സമയം തന്നെയാണ് മറ്റൊരു അപകടം, സമാന ഒരു അപകടം ഉണ്ടാകുന്നത്. എന്താണ് അധികൃത വിശദീകരണം? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സുഹൈൽ, നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന ഓച്ചിറ ജംഗ്ഷന് സമീപമായി പണി പൂർത്തിയാകാത്ത ഓടയിൽ വീണാണ് ദാരുണാന്ത്യം വാഹനയാത്രക്കാരന് സംഭവിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരനായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ മൃതദേഹം ഓടയിലെ വെള്ളത്തിൽ കാണപ്പെടുന്നത്. ആദ്യം ഏത് രീതിയിലുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീടാണ് അതൊരു വാഹനാപകടമാണെന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം നിരീക്ഷിച്ച് പോലീസ് മനസ്സിലാക്കിയത്. അതിലിപ്പോൾ മനസ്സിലാകുന്നത് ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മൂടിയില്ലാത്ത ഓടയായിരുന്നു. അതിലേക്ക് ഈ വാഹനയാത്രക്കാരൻ വീഴുകയായിരുന്നു എന്നുള്ളതാണ്. കൊല്ലം മേമന സ്വദേശിയായിട്ടുള്ള അജിയാണ് മരിച്ചത്. അതിൽ നേരത്തെ തന്നെ ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന വിവിധ ഭാഗങ്ങളിലായി 4ലധികം അപകടം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു അപകട മരണം ഉണ്ടാകുന്നത്. അതിൽ നാട്ടുകാരുടെ ഒരു പരാതി എന്ന് പറയുന്നതും ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കരാറെടുത്ത ഏജൻസിയോട് ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞതാണ്. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല. അത് പാതി വഴിയിൽ പ്രവൃത്തി നിർത്തിവെച്ചു പോയി എന്നുള്ളതാണ്. അതുമൂലമാണ്, അതിന് പിന്നാലെയാണ് ഈ അപകട മരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ മരണപ്പെട്ട ആളുടെ മൃതദേഹം ഇപ്പോൾ കൊല്ലം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും തുടർ സംസ്കാര നടപടികളടക്കം ഉണ്ടാവുക. എന്തായാലും ഒരു അനാസ്ഥയിൽ പൊലിഞ്ഞ ജീവൻ എന്ന് പറയേണ്ടി വരും. ഈ ഓടയുടെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചതാണ് അശ്രദ്ധ മൂലം, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വന്ന യാത്രക്കാരന് ഒരു ദാരുണാന്ത്യം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.